ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെ സലാലയിലും എത്തി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം സംഘടിപ്പിച്ച പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ആയിരക്കണക്കിന് പ്രവാസികളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാനെത്തിയത്. ഇതാദ്യമായി സലാലയിലെത്തിയ കേരള മുഖ്യമന്ത്രിയെ ഒമാനി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വരവേറ്റത്. കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച വികസനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പ്രധാനമായും സംസാരിച്ചത്. ചടങ്ങിൽ മലയാള മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. വികാസം ഗൗരവമായി കാണുന്നവരാണ്. നിങ്ങൾക്കറിയാം, കേരളം നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെക്കുറിച്ചോ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചോ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പക്ഷെ നാട്ടിനെ കുറിച്ചിട്ടും നാട്ടിലെ പുരോഗതിയെ കുറിച്ചിട്ടും പ്രവാസി എന്ന നിലയിൽ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അല്ലാണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയും മുഖ്യമന്ത്രി പറഞ്ഞില്ലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മന്ത്രി സജി ചെറിയാനും MA യൂസുഫലിയും ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് അവരെ അറിയിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നിരവധി നിവേദനങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വദേശി പ്രമുഖരും ചീഫ് സെക്രട്ടറിയും മറ്റും ചടങ്ങിൽ സംബന്ധിച്ചു. ബഹ്റിനിലും മസ്കറ്റിലും എന്ന പോലെ ആയിരങ്ങളാണ് സലാലയിലും മുഖ്യമന്ത്രിയെ ശ്രവിക്കാൻ എത്തിയത്. ഇടതനുകൂല പ്രവാസികൾ വർദ്ധിത ആവേശത്തോടെയാണ് മുഖ്യമന്ത്രിയെ എതിരേറ്റത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1 സലാല.